കോഴിക്കോട് പശുക്കടവിൽ കാണാതായ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. 40-കാരിയുടെ മരണം വൈദ്യുതാഘാതമേറ്റെന്ന റിപ്പോർട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം വ്യക്തമായത്. വളർത്തു പശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അനഘ ഹർഷൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനഘ, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനഘ, കേൾക്കാമെങ്കിൽ നിലവിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ പറ്റുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഈ കോഴിക്കോട് പശുക്കടവിൽ വീട്ടമ്മയായ ബോബിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് മരണകാരണം ഷോക്കേറ്റതാണ് മരണകാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ മരിച്ച ബോബിയുടെ കൈയിലും പൊള്ളലേറ്റ പാടുണ്ടായിരുന്നു, ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിലും പൊള്ളലേറ്റ പാടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊന്ന്, ഈ ബോബിക്കൊപ്പം ഉണ്ടായിരുന്ന വളർത്തുമൃഗമായ പശുവിനും എന്റെ ശരീരത്തിലും പൊള്ളലേറ്റ പാടുകളുണ്ട്. ഇങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. അതായത് ഈ പ്രദേശത്ത് പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഇവർക്ക് ഷോക്കേൽക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. മാത്രമല്ല, ആരാണ് ഇത്തരത്തിലൊരു പന്നിക്കെണി അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുകയാണ്. അതിനുശേഷം മാത്രമായ ആരാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും മരണകാരണം ഷോക്കേറ്റതാണ് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ദാരുണമായ സംഭവം നടക്കുന്നത് ഇന്നലെയായിരുന്നു. ഇന്നലെ വളർത്തുമൃഗമായ പശുവിനെ അഴിക്കാൻ വേണ്ടി പോയതായിരുന്നു ഈ ബോബി. ആ സമയത്ത് പിന്നീട് വീട്ടുകാർ അന്വേഷിച്ച സമയത്തൊന്നും വീട്ടിലേക്ക് ഇവർ തിരിച്ചെത്തിയില്ല. അതിനുശേഷം ഫയർഫോഴ്സും പോലീസും വീട്ടുകാരും എല്ലാവരും ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ 1 മണിക്കാണ് ഈ ബോബിയെയും അതുപോലെ വളർത്തുമൃഗമായ പശുവിനെയും ഈ വനാതിർത്തിയോട് ചേർന്ന ഭാഗത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ഷോക്കേറ്റതാകാം എന്നൊരു നിഗമനം പ്രാഥമികമായി പോലീസിനുണ്ടായിരുന്നു. എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഈ പന്നിക്കണിയിൽ നിന്ന് ഏറ്റ ഷോക്കേറ്റതാണ് മരണകാരണം എന്ന് എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. ഇനി ആരാണ് ഇത്തരത്തിൽ പന്നിക്കണി വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലേക്ക് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദേവിക. ശരി അനഘ, അതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം, ഇത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടമായിരുന്നോ? മാത്രവുമല്ല, ഈ വൈദ്യുതി ആഘാതമേറ്റു എന്ന് പറയുന്നു. ഈ പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യമുള്ളതായി അറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക, അതായത് ആ പ്രദേശം എന്ന് പറയുന്നത് വനാതിർത്തിയോട് ചേർന്നുള്ളൊരു പ്രദേശമാണ്. ഈ ആനയും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളൊക്കെ തന്നെ ഈ വനത്തിൽ നിന്ന് ആ പ്രദേശത്തേക്ക് നിരന്തരം എത്താറുണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ ആ ബോബിയും ആ വളർത്തുമൃഗവും മരിച്ചു കിടന്ന സ്ഥലത്തിനോട് ചേർന്ന് ഈ പഴുത്ത ചക്കകളുള്ള നിരവധി പ്ലാവ് ആ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇത്തരത്തിൽ കൊക്കോ ചെടികളുണ്ട്. ഇതൊക്കെ തന്നെ മറ്റ് പന്നിയടക്കമുള്ള ജീവികൾ വന്ന് ഇത് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും ഇത്തരത്തിൽ പന്നിക്കെണി വെച്ചിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. മാത്രമല്ല, അത്തരത്തിലൊരു കമ്പിവേലി ഇവർ മരിച്ച പ്രദേശത്ത് ആ ഭാഗത്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ആ കമ്പിവേലിയിലൊന്നും തന്നെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു സംശയം ഇല്ലാതെ പോയത്. പിന്നീടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഇവർക്ക് ഷോക്ക് ഏൽക്കുന്ന സമയത്ത് ആ കമ്പിവേലിയിൽ വൈദ്യുതി കടത്തിവിട്ടിട്ടുണ്ടാകാം. അങ്ങനെയായിരിക്കാം ഇവർക്ക് ഷോക്ക് ഏറ്റത് എന്നതാണ്. എന്തായാലും വനാതിർത്തിയോട് ചേർന്നുള്ളൊരു പ്രദേശമാണ്. ഈ ഭാഗത്ത് പലയിടത്തും ഇത്തരത്തിൽ കർഷകർ തന്നെ പന്നി കെണി വെക്കാറുണ്ട്. കാരണം അവരുടെ കൃഷിയിടത്തിലേക്ക് വ്യാപകമായി പന്നി എത്തുകയും മറ്റ് ആനയടക്കമുള്ള ജീവികൾ എത്തുകയും വലിയ രീതിയിൽ ആക്രമണം നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതിനെ തടയാൻ വേണ്ടി കർഷകർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരാൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്നായിരിക്കാം ഇവർക്ക് ഷോക്കേറ്റത് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് എന്തായാലും ഏറ്റവും ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും എത്തുന്നത്. ദേവിക. ശരി അനഘ.